ഇന്ത്യ പാക് സംഘർഷ സാധ്യത ഒഴിവാക്കാൻ അമേരിക്ക ഇടപെടുന്നു. ഭീകരതയ്ക്കെതിരെ ഇരു രാജ്യങ്ങളും സഹകരിക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ആവശ്യപ്പെട്ടു. എസ് ജയശങ്കറുമായും പാക് പ്രധാനമന്ത്രിയുമായും മാർക്ക് റൂബിയോ ഫോണിൽ സംസാരിച്ചു. പഹൽഗാം ആക്രമണത്തെ അപലപിക്കാൻ പാകിസ്ഥാനോട് മാർക്ക് റൂബിയോ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം പാകിസ്ഥാന്റെ പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ISI മേധാവി മുഹമ്മദ് അസീം മാലിക്കിനെയും പാകിസ്ഥാൻ നിയമിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ നാഷണൽ ഡെസ്കിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ രാജ്യത്തിനകത്ത് നമ്മുടെ സൈന്യം, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നീക്കുന്നതിനിടയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് അനുകൂലമായ നിലപാടിനെ തുറന്നു കാണിക്കാനുള്ള നിലപാടുകൾ നമ്മൾ നേരത്തെ തന്നെ സ്വീകരിച്ചു വന്നിരുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ നിരന്തര സമ്മർദ്ദ ഫലമായി കൂടിയാണ് അമേരിക്കയുടെ ഇടപെടൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? പാകിസ്ഥാന് മുകളിൽ അമേരിക്ക ഒരു സമ്മർദ്ദം ശക്തമാക്കുന്നു എന്ന് വായിച്ചെടുക്കാനാകുമോ? തീർച്ചയായും മിനിൽ അങ്ങനെ തന്നെ വേണം കാണാൻ. കാരണം മാർക്കോ റൂബിയോ ഇന്ന് രണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെയും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും ഫോൺ ചെയ്തിരുന്നു. ആ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത്, അമേരിക്കയുടെ ആവശ്യം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട്, അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണം. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായി അമേരിക്ക ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ ഭീകരാക്രമണത്തിൽ വിശദമായ അന്വേഷണം വേണം. അതിൽ പാകിസ്ഥാൻ്റെ സഹായം ആവശ്യമാണ്. പാകിസ്ഥാൻ അതുമായി സഹകരിക്കണം എന്ന കാര്യമാണ് ഇന്നലെ അദ്ദേഹം പാക് പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചത്. നേരെ മറിച്ച് ഇന്ത്യയോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ, ഇന്ത്യയുടെ കയ്യിൽ എന്തെല്ലാം തെളിവുകളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ത്യയോട് ചോദിക്കുന്നത്, ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. അത് മാത്രമല്ല, നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ തെളിവുകളും നൽകാൻ ഇന്ത്യ തയ്യാറാണ്. പക്ഷേ പാകിസ്ഥാൻ ഇതുമായി സഹകരിക്കണം, അന്വേഷണം നടത്തേണ്ടതുണ്ട്, എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാകണം. അതിന് പാകിസ്ഥാൻ ഈ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ഇന്ത്യ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. നേരെ മറിച്ച് പാകിസ്ഥാനോടാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തണം, അന്വേഷണം നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം, അമേരിക്ക ഇതിൽ ഇടപെടുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, വിദേശ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഏറെക്കുറെ ഇന്ത്യ ഉറപ്പാക്കി കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അമേരിക്കയുടെ പിന്തുണ ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് മാത്രമല്ല, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇന്നലെ UN-ലെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വമല്ലാത്ത രാജ്യങ്ങളുമായി, അതായത് 8 രാജ്യങ്ങളാണുള്ളത്, ഈ സ്ഥിരാംഗത്വമല്ലാത്ത 8 രാജ്യങ്ങളുണ്ട്. ഈ 8 രാജ്യങ്ങളുമായി ഇന്നലെ വിദേശകാര്യമന്ത്രി സംസാരിച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. ഈ 8 രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി ഐക്യരാഷ്ട്രസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ചകൾ വന്നാലും ആ ചർച്ചകളിൽ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ പിന്തുണയ്ക്കാതെ നിർവാഹമില്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ, അല്ലെങ്കിൽ മാർക്കോ റൂബിയോ തന്നെ നേരിട്ട് ഫോൺ ചെയ്ത് ഇരു രാജ്യങ്ങളുടെയും, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് മാത്രമല്ല ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും പാകിസ്ഥാൻ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ബിനിൽ. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരതയ്ക്കെതിരായ നിലപാട് ഇരു രാജ്യങ്ങളും സ്വീകരിക്കണമെന്ന് അമേരിക്ക പറയുന്നതിലൂടെ ഇന്ത്യ പരസ്യമായി ഭീകരതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. ഭീകരതയ്ക്ക് അനുകൂലമായി വളമിട്ട് നൽകുന്ന പാകിസ്ഥാന്റെ നിലപാടിന് ശക്തമായ താക്കീതായി കൂടി, അല്ലെങ്കിൽ അവർക്ക് സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ പിന്തുണ നൽകിയിരുന്ന അമേരിക്കയുടെ നിലപാടിന് കൂടി വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.